ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 30K റേഞ്ചിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങളൊരു ബെസ്റ്റ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഒരു ബെസ്റ്റ് ഫോണാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വേറെ ഏതുമല്ല, പോക്കോയുടെ X7 Pro 5G എന്ന മോഡലാണ്. കാരണം ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ കിട്ടാവുന്ന റേഞ്ച് ഏറ്റവും പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയാം. രണ്ട് വേരിയൻ്റ് ആയിട്ട് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 27,999 വരുന്നത്. ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 12GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 29,999 വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ബാങ്ക് ഓഫർ വരുന്നുണ്ട്, ICICIയുടെ ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 24,999 ഹയർ വേരിയൻറ്റ് വന്നിട്ട് 26,999 കിട്ടുന്നുണ്ട്. 25,000 രൂപയ്ക്ക് ബാങ്ക് ഓഫറിൽ വരുന്നുണ്ട്. നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 28,000 രൂപയ്ക്ക് നോർമലായുള്ള പ്രൈസിന് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. സോ അതാണ് പ്രൈസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 12GB റാം വേരിയൻ്റ് തന്നെ 30,000 രൂപയ്ക്കും റേഞ്ചും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിൻറ്റ് 30K റേഞ്ചിൽ തന്നെ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് iPhone 16 ഒക്കെ ആണെന്ന പോലെ തോന്നും. അത് വെറും തോന്നൽ മാത്രമാണ്, അവർ കോപ്പി അടിച്ചതെന്ന് അവർ പറയുന്നില്ല. എന്നാലും ഏതൊരു ഐഫോൺ ഇറങ്ങിയാലും അതിൻ്റെ ഒരു കോപ്പി ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഡിസൈൻ കോപ്പി അടിക്കുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പം പോക്കോ ആദ്യമായിട്ട് ആ ഒരു ഡിസൈൻ കോപ്പി അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ iPhone 16 എങ്ങനെയാണോ ആ ഒരു സെയിം ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു ക്യാമറ മോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. 3 കളേഴ്സിൽ വരുന്നുണ്ട്. ഒന്ന് പോക്കോയുടെ ട്രഡീഷണൽ ആയിട്ട് യെല്ലോ കളർ വരുന്നുണ്ട്, ഒരു ഗ്രീൻ വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ കൂടെ വരുന്നുണ്ട്. ഇതിൽ ആ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ഒരു വീഗൽ ലെതറായിട്ട് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡും ബാക്കിയുള്ള കളേഴ്സിലും കൂടെ വരുന്നുണ്ട്. സോ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. അത്യാവശ്യം എന്താ പറയുക, ഐഫോൺ എങ്ങനെയായിരിക്കും ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നീട് 195 ഗ്രാം വെയിറ്റും 8.2 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണെന്ന് പറയാം. അത്രയും ഒരു വെയിറ്റൊക്കെ 200 ഗ്രാമിന് താഴെ മാത്രമേ വരുന്നുള്ളൂ. തിക്നെസ്സും ഒരു 8.2 mm മാത്രമേ വരുന്നുള്ളൂ. സോ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിലാണെങ്കിൽ IP66 റേറ്റിംഗ് വരുന്നുണ്ട്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്, IP69 റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇത്രയ്ക്കും ഇതാണോ, അല്ലെങ്കിൽ വള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല എന്നൊക്കെ വിചാരിക്കും, ഇത്രയ്ക്കും IP റേറ്റിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു വലിയ എക്സാം പാസ്സാവണമെങ്കിൽ ചെറിയ എക്സാം പാസ്സായാൽ മാത്രമേ വലിയ എക്സാം എന്തായാലും എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം IP69 റേറ്റിംഗ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന ബാക്കിലുള്ള എല്ലാ റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ IP69 വരുള്ളൂ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിൽ IP69 റേറ്റിംഗ് ഉണ്ട് എന്നേ ഉള്ളൂ. ബാക്കി വെറുതെ ഒരു പേരിനിങ്ങനെ ഇത്രയ്ക്കും ഉണ്ട് ആൾക്കാരെ ഒരു എന്താ പറയുക പറ്റിക്കാൻ വേണ്ടിയിട്ട്, എന്തോ ഒരു വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം, ഒരു ഗിമ്മിക്ക് മാത്രമാണ് ഈ പറയുന്ന സംഭവം എന്നുള്ളത്. ആക്ച്വലി ഇതിൽ ആ ഒരു IP69 ഉണ്ട് എന്നുള്ള ബാക്കിയെല്ലാം ഇതിലുണ്ട്. അതിപ്പോൾ എല്ലാ മോഡലും ഇപ്പോൾ IP68 ഉള്ള മോഡലാണെങ്കിൽ ഈ ബാക്കിയുള്ള എല്ലാം അതിലെന്തായാലും കിട്ടും. അങ്ങനെയാണല്ലോ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. സോ അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഗിമ്മിക്സ് കണ്ടിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് വെച്ചിട്ട് അങ്ങനെ പോയി എടുക്കാതിരിക്കുക കേട്ടോ. അതാണ് ബേസിക്കലി ഇതിൻ്റെ പുറകിലുള്ളൊരു എന്താ പറയുക എന്തോ സംഭവം അതാണെന്നുള്ളത്. സോ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഓക്കെ ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇറ്റ്സ് ഓക്കെ. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.67 ഇഞ്ച് വരുന്നൊരു 1.5K റെസൊല്യൂഷനുള്ളൊരു AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 1400 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 3200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് വേണ്ടാത്ത കാര്യമാണ്, ഹൈ ബ്രൈറ്റ്നസ് മാത്രം നോക്കിയാൽ മതി. പിന്നീട് ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. Gorilla Glass 7 ആയിട്ട് പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസും അത്യാവശ്യം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം എന്താ ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ എന്തായാലും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഡിസ്പ്ലേയിലും അങ്ങനെ കുറ്റോ കുറവോ ഒന്നും പറയാനില്ല, നല്ല ഡിസ്പ്ലേ തന്നെ പ്രോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ എന്താണ് ക്യാമറയാണ്. ഇതൊരു ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള മോഡലല്ല, എന്നാലും ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അത് സോണിയുടെ LYT600 എന്ന സെൻസറാണ് കൊടുത്തുള്ളത്. സെക്കൻഡറി ക്യാമറ ഒരു 8 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ വന്നിട്ട് ഒരു 20 MB സെൽഫി ക്യാമറയും സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറയിൽ 1080p 30 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഓക്കെയാണ്. അത്യാവശ്യം ക്യാമറ ഒക്കെ ഒരു ഡീസൻറ്റ് ലെവൽ ക്യാമറ എന്തായാലും ഇതിന് കൊടുത്തിട്ടുണ്ട്. മോശമൊന്നും പറയാനില്ല, കാരണം ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ആ രീതിയിലുള്ളൊരു ഡീസൻറ്റ് ലെവൽ ക്യാമറ ഇതിന് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30,000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് ക്യാമറയോ ഒന്നും കിട്ടുന്നില്ല, ഒരു ഡീസൻറ്റ് ഒരു ആവറേജ് ക്യാമറ എന്തായാലും ഇതിന് വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്
പെർഫോമൻസ്. ഇതിൽ വരുന്നത് MediaTekൻ്റെ Dimensity 8400 Ultra എന്ന ചിപ്സെറ്റാണ്. ആൻറ്റു സ്കോറൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 1.7 മില്യൺ, ഒരു 17 ലക്ഷത്തോളം ആൻറ്റു സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് അറ്റ് ദ പീക്ക് ലെവൽ കൊടുത്തിട്ടുണ്ട്. സോ നോ ഇഷ്യൂസ്. 30,000 രൂപ റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് പോക്കോയുടെ X7 Pro എന്നുള്ളതിന് നോ ഡൗട്ട്. അപ്പോൾ പോക്കോയുടെ എല്ലാ ഫോൺസും അങ്ങനെ തന്നെയാണ്. കാരണം പോക്കോ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് എല്ലാ രീതിയിലും. അപ്പോൾ ഈ ഒരു ഫോണിൽ മെയിനായിട്ട് പെർഫോമൻസ് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷുവറായിട്ട് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് മോഡലാണ്. പിന്നീട് HyperOS 2 ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബേസ്ഡ് ഓൺ Android 15 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വരുന്നുണ്ട്. പിന്നീട് 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തേക്കുള്ള മേജറായിട്ടുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നീട് AI പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള മാത്രമാണ്, എല്ലാം ഒന്നും ഇതിന് വരുന്നില്ല. ബേസിക് എന്ന് പറഞ്ഞാൽ അത്രക്കും ബേസിക് ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ AI ഫീച്ചേഴ്സൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ബാറ്ററിയാണ് 6550 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. 6550 mAh ബാറ്ററിയോ? എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിൽ വേറെ ഏതൊരു ഫോൺ ഇത്രക്കും ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോൺ വേറെ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. 6550 mAh പറഞ്ഞാൽ 7000 mAh അടുത്ത് എത്തി. നമുക്കൊക്കെ ഒരു ഫോൺ ഇതിലാണെങ്കിൽ 4000 പോലും തികച്ചില്ലാത്ത ബാറ്ററിയാണ് എൻ്റെ ഫോണിലൊക്കെ ഉള്ളത്. അപ്പം 6500 mAh എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ എന്ത് കുത്തിന്ന് മറിഞ്ഞ് ഗെയിം കളിച്ചാലും ഒരു ദിവസം നിൽക്കുന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട. എന്തായാലും നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിന് കിട്ടും കേട്ടോ. പിന്നീട് ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. എന്നാലും ഈ 6550 mAh ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം കേട്ടോ. ബാറ്ററി ബാക്കപ്പ് ഭയങ്കരതയും കൂടി. ഇനിയിപ്പോൾ 7000 mAh ഒക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത് വരാനുള്ളത്. അപ്പോൾ 6550 mAh ബാറ്ററി അപ്പോൾ ഓവറോളായിട്ട് ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി ഞാൻ പറയാം, ഗെയിമിങ്ങിനാണെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ പോയി എടുത്താൽ മതി. ബാക്കി നല്ല ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഒട്ടുമിക്ക എല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം മെയിൻലി ഗെയിമിംഗ് ആണ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 30,000 രൂപ റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്, നോ ഡൗട്ട്. ക്ലിയർലി പറയാം, ഒരു 30,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അവിടെ ബെസ്റ്റ് ആയിട്ടുള്ളത്. പോക്കോയുടെ F6 കാട്ടി ഇപ്പം ദിസ് ഈസ് ബെസ്റ്റ്. ഇനി F7 ഇറങ്ങുമ്പോഴാണ് ഇത് കുറച്ചും കൂടി താഴത്തേക്ക് പോകുന്നത്. സ്റ്റിൽ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ബാക്കിയെല്ലാം ബാറ്ററി എന്നൊക്കെ പറഞ്ഞറിയാമല്ലോ, 6550 mAh ഒക്കെ കണ്ട് ഞാൻ കിളി പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ 8000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 8000 അടുത്ത് എന്തായാലും എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.